ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അവർണികയല്ല, നമ്മുടെ സുവർണ സത്യങ്ങളൊക്കെ വരുണിനോട് പറയാണ്. ആ സമയത്ത് താങ്ക് യു സുവർണ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അകത്തേക്ക് പോകുന്ന വരുൺ കാണുന്ന കാഴ്ച നമ്മുടെ അവർണികയും രഘുരാമൻ എല്ലാത്തിലും സൈൻ ചെയ്ത് ഗോവിന്ദനെ കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കൈയൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ അക്കൗണ്ടന്റിനോട് പറയുന്നുണ്ട്, ഇവർ പറയുന്ന പണം അക്കൗണ്ട്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണമെന്നൊക്കെ പറയുകയാണ്. അവരങ്ങനെ കൈയൊക്കെ കൊടുക്കണം. അവർണികയാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദ് സാറിൻ്റെ അടുത്ത് ഗോവിന്ദനോട് കൈകൂപ്പി നന്ദിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദ് എന്താ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർണികയെ സമാധാനിപ്പിച്ച് വിടുന്ന കിച്ചു എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവർണിക പറയുന്നുണ്ട്, എൻ്റെയും കിച്ചുവിൻ്റെയും ജീവിതമാണ് ഗോവിന്ദ് സാർ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പുക കേട്ടോ. അങ്ങനെ അവർ പോകുവാണ്. അവർ പോയിക്കുമ്പോഴേക്കും നമ്മുടെ വരുഷ് എല്ലാം കൈവിട്ടു പോയല്ലോ, എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വരുൺ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയതിന് ശേഷം നമ്മുടെ രാധികാമ്മടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിൽ വലിയൊരു ചതിയുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൽ എന്ന് പറയുമ്പോൾ രാധികാമ്മ ചോദിക്കുന്നൊരു ചതിയോ, എന്ത് ചതി? വേറൊന്നുമല്ല, ഈ രഘുരാമിൻ്റെ മരുമകൻ ആരാണെന്ന് നമുക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ആരാ, അത് അയാളുടെ പേര് കിഷോർ എന്നാണ്, നമ്മുടെ ഗീതു സ്നേഹിച്ച കിഷോർ എന്ന് പറയുമ്പോൾ രാധികാമ്മ ആകെ നെട്ടുവാണ് കേട്ടോ. അവളുടെ കാമുകൻ ജയിലിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡീല് അവരെല്ലാവരും കൂടി 3 പേരും കൂടി അതായത് അവർണികയും രഘുരാമും ഗീതവും കൂടി ഒരുമിച്ച് ഗോവിന്ദേട്ടനെ ചതിക്കുമായിരുന്നു, ഞങ്ങളുടെ കമ്പനിനെ ചതിക്കുമായിരുന്നു. അവളുടെ കാമുകനെ പുറത്തിറക്കാൻ വേണ്ടി അവൾ കൂട്ടുനിന്നതാണ് ഇതിനെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാധിക പറയുന്നുണ്ട്, അവൾ അങ്ങനെ ചെയ്തതാണോ? എങ്കിൽ അവൾക്കിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഒറ്റ കാര്യം മതി, ഗോവിന്ദും ഗീതവും തമ്മിൽ ഡൈവേഴ്സ് ഇന്ന് തന്നെ ആകും എന്നൊക്കെ രാധികാമ്യം പറയുവാട്ടോ. അതിനുശേഷം ഗീതു നേരെ പോകുന്നത് മറ്റേ പഞ്ചായത്ത് ഓഫീസിലാണ്. അപ്പോൾ പുള്ളിക്കാരനെ ചോദിക്കുന്നുണ്ട്, വിജയലക്ഷ്മി മേഡം കൗൺസിലർ പറഞ്ഞ് വരുവാണ്, വിജയലക്ഷ്മി മേഡത്തിൻ്റെ ആ ഒരു ആധാരവും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റുമെന്നില്ല, താലൂക്ക് ഓഫീസിലാണ് പറയുന്നുണ്ട്, അങ്ങനെ വഴി പോണവർക്ക് കാണിക്കാൻ പറ്റുമെന്നില്ല, നിങ്ങൾ ആരാ അവരുടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുമല്ല എന്ന് പറയുമ്പോഴേക്കും പിന്നെ എന്തിനാ നിങ്ങളെ ഞാൻ കാണിക്കണത്, അങ്ങനെ കാണിക്കാൻ പറ്റില്ലെന്ന് പറയുവാണ്. ആ സമയത്ത് ഗീത് പറയുന്നുണ്ട്, ഞാൻ ആരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാണിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാ അത് പറയുമോ ആദ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഗോവിന്ദ് ഏജൻറ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ഗീത ഗോവിന്ദ്, എൻ്റെ ഭർത്താവാണ് ഗോവിന്ദ് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ സോറി മേഡം ആയിരുന്നോ മേഡം, ആ ഫയലും കാര്യങ്ങളും ഇപ്പം ഇവിടെ ഇല്ല, ഇന്നത്തെ ക്ലർക്ക് ഇന്ന് ലീവാണ്, അയാൾക്ക് മാത്രമേ അറിയുള്ളൂ ഫയലൊക്കെ എവിടെയാണെന്ന്, മേഡത്തിൻ്റെ വാട്സപ്പ് നമ്പർ തരൂ, ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വാട്സപ്പിലായിട്ട് അയക്കാം മേഡം, അപ്പോൾ വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ, മേഡത്തിന് കുടിക്കാൻ എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ്. അതിനുശേഷം ഗീതനോട് പറയേണ്ടത്, മേഡത്തിന് എന്താ മേഡം ആ പ്രോപ്പർട്ടി എടുത്ത് ഇത്ര താല്പര്യം ചോദിക്കുമ്പോൾ ഗീത പറയേണ്ടത്, അത് പഴയ തറവാടൊക്കെ എനിക്ക് വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്, ഈ തറവാട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, അപ്പോൾ അതൊരു നൊസ്റ്റാൾജിക് ഫീലിന് വേണ്ടി എനിക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് കൗൺസിലർ പറഞ്ഞിട്ട് എന്നോട് വന്നെന്ന് പറയുമ്പോൾ ആണോ, എങ്കിൽ മേഡം വീട്ടിൽ പോയി ഇരുന്നോളൂ, ഞാൻ എല്ലാ മേഡത്തിന് വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറയുമ്പോൾ ഗീതു ശരിയെന്ന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഗീതു അവിടെ നിന്ന് പോവുകയാണ്. ഗീതു പോകുമ്പോൾ തന്നെ ഇയാളെന്താ ചെയ്യാന്ന് വെച്ചാൽ രാധികാമ്മനെ വിളിക്കുക കേട്ടോ. മേഡത്തിൻ്റെ മരുമകൾ ഇവിടെ വന്നിരുന്നു, വിജയലക്ഷ്മിയുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, അവൾക്ക് എങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ കാര്യം അറിയാം, അതൊന്നും എനിക്കറിയില്ല മേഡം എനിക്ക് മേഡത്തിന് നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫയൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു, വാട്സപ്പിൽ അയക്കാമെന്ന് പറഞ്ഞിട്ട്, ഫയലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, മേഡം പറഞ്ഞിരുന്നല്ലോ വിജയലക്ഷ്മിയുടെ പ്രോപ്പർട്ടി വിജയലക്ഷ്മിക്ക് ഒരിക്കലും കിട്ടരുത്, അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് മാക്സിമം കൗൺസിലറെ പോസ്റ്റ്പോൺ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്, അതുകൊണ്ട് ആ പ്രോപ്പർട്ടി ഞാൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല നോണ പറഞ്ഞിരിക്കുവാണ് മേഡത്തിന് വേണ്ടി, മേഡം കാര്യമായിട്ട് എന്നെ വന്ന് കാണണം കേട്ടോ, ഇതുവരെ മേഡം പൈസയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് തന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ തന്നോളാടോ, താനെന്തായാലും അവൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുക്കരുതെന്ന് രാധികാമ്മ പറയുക കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് വീട്ടിലേക്ക് വരുന്നതാട്ടോ. ആ വീട്ടിലേക്ക് വരുമ്പോഴേക്കും രാധികാമ്മ പറയുന്നുണ്ട്, കണ്ണ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നീ ആ ഡീല് ഉറപ്പിച്ചല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പിച്ചു, എന്നാൽ നീ ഒരു കാര്യം അറിയാവോ, നീക്ക് രഘുരാമിൻ്റെ മരുമകനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് രാധികാമ്മ ചോദിക്കുകയാണ്. ഇല്ല, എന്താ അമ്മ, അയാളുടെ പേര് നിനക്കറിയാവോ? അയാളുടെ പേര് കിച്ചു എന്ന്, എന്തുവാ മാങ്ങാത്തൊലി, കിച്ചു എന്നല്ല കിഷോറാണത്, നമ്മുടെ ഗീതു സ്നേഹിച്ച കിഷോർ, അവളുടെ കാമുകനെ പുറത്തിറക്കാൻ വേണ്ടി നിന്നെ പറ്റിച്ചതാണ്, അവർ 3 പേരും കൂടി നിന്നെ കബളിപ്പിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ ആകെ ഞെട്ടുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.